ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നൊരു ചെറിയ പ്രാർത്ഥനയാണ് ചിന്തിക്കുക. ശരി, പ്രാർത്ഥനയാണ് അച്ഛൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ബന്ധനം, കെട്ടുകളഴിയാൻ ഒരു ചെറിയ സ്വയം പ്രേരിത പ്രാർത്ഥന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരിക്കൽ +2 പഠിക്കുന്ന ഒരാൺകുട്ടി അച്ഛനെ കാണാനായിട്ട് വന്നു. അവൻ്റെ പ്രശ്നം ഇതാണ്: അവൻ പാൻ പരാഗ് അഡിക്റ്റാണ്. എപ്പോഴും അവൻ പാൻ പരാഗ് ഉപയോഗിക്കും, ലഹരി വസ്തു ഉപയോഗിക്കും. അവൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അച്ഛൻ എന്നെ സഹായിക്കണം. ഉടനെ അച്ഛൻ കുറേ കാര്യങ്ങൾ ഇവരെ പറഞ്ഞു കൊടുത്തു. മോനെ, ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം അസുഖങ്ങൾ വരും. അവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. നിൻ്റെ ഭാവി എങ്ങുമല്ലാതായി എത്തിച്ചേരും. നിനക്ക് ഭാവിയിൽ എങ്ങും എത്തിച്ചേരാൻ പറ്റുകയില്ല ഇതിനൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ. അവൻ പറഞ്ഞു, അതും എനിക്കറിയാം അച്ഛാ, പക്ഷേ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു പ്രാർത്ഥന അച്ഛൻ്റെ മനസ്സിൽ വന്നു. ഈ പ്രാർത്ഥന അച്ഛന് ഇവനോട് പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചെല്ലുക. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ അവനെ അച്ഛൻ കണ്ടില്ല. എന്നാൽ കുറേ നാളുകൾ, ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വിദ്യാർത്ഥി അച്ഛൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ എനിക്ക് പാൻപരാഗ് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഒരു 2 ആഴ്ചയും പിടിച്ചു ഞാൻ ഉപയോഗിച്ചൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും പാൻപരാഗ് കയ്യിലെടുത്തു. അത് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ വയലേക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ വയലേക്ക് വെക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് വോമിറ്റിംഗ് സെൻസേഷൻ, ഛർദ്ദിക്കാനുള്ളൊരു പ്രവണത എനിക്ക് കടന്നു വരികയാണ്. ഞാൻ പല പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം ഞാനിതിങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ഇത് കടന്നു വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു പറയുകയാണ്, ഞാൻ ഇതുവരെ, ഇന്നേ ദിവസം വരെ ഈ പാൻപരാഗ് അച്ഛ ഉപയോഗിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവർ, അച്ഛൻ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ചില നോട്ട് ബുക്കുകളിലൂടെ, പഴയ അച്ഛൻ എഴുതിയ ചില നോട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ പ്രാർത്ഥന അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അച്ഛന് തോന്നി, ഇത് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്നോർത്തുകൊണ്ടാണ് അച്ഛന് ഈ ചെറിയ പ്രാർത്ഥന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളുടെ ഈ ബന്ധനത്തിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന്, നമ്മുടെ ബന്ധനവും കെട്ടുകളും പറയുക, മദ്യാസക്തിയാകാം, മറ്റ് മേഖലയിലുള്ള ബന്ധനങ്ങളാകാം, കെട്ടുകളാകാം, ആ മേഖലകൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. കെട്ടുകളിൽ നിന്ന് വിടുതൽ നൽകണമേ. അങ്ങയുടെ തിരുരക്തം ഈ മേഖലയിലേക്ക് ഒഴുക്കണമേ, വിശുദ്ധീകരിക്കണമേ. മത്തായി 26:28. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് എന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആ ചെറിയ പ്രാർത്ഥന. എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ മേഖലകളിൽ, ഏതെങ്കിലും മേഖലകളിൽ കെട്ടുകളുള്ളവർ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.